ഇന്നത്തെ എൻ്റെ യാത്ര മുഴുവൻ കാറിലാണ് കേട്ടോ. കാറും എടുത്തോണ്ട് പെട്രോൾ അടിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്കും നല്ല സൂപ്പർ മഴ. സത്യം പറഞ്ഞാൽ മഴയത്ത് ഞാനിങ്ങനെ കാറിൽ പോയപ്പോൾ ഞാൻ എൻ്റെ ഡെലിവറി സമയമാണ് ഓർത്ത് പോയത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഡെലിവറി സമയത്ത് ഫുൾ മഴയത്ത് നനഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ആ സമയത്ത് കാറിലൊക്കെ ആൾക്കാർ പോകണപ്പോൾ ഒരു എന്തോ ഒരു ഉള്ളിൽ ഒരു പ്രയാസം പോലെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ തിരുവനന്തപുരം ലുലു മാള്. ലുലു മാളിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെയാണ് പ്രോഗ്രാം എല്ലാം നടക്കുന്നത്. ഇന്ന് അവിടെ ഞാൻ ചെന്ന സമയത്ത് പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു. ഒരു മരം അവിടെ നിന്ന് ആടിക്കൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഐഫോൺ വാങ്ങി ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് നോക്കുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ ലുലു മാളിനകത്തുള്ള ഐഫോണിന്റെ ഷോറൂമിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഇത് ഐഫോണിന്റെ ഡയറക്റ്റ് ആണെന്ന് അറിയില്ല. എന്തൊക്കെയായാലും ഞാൻ അതിനകത്ത് കയറി കുറേ സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്ത സെയിൽസ്മാൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ നോർമൽ ഒരു കടയിൽ കയറുകയാണെങ്കിൽ സാർ അവരെൻ്റെ അടുത്ത് സാർ ഇത് നോക്കുന്നുണ്ടോ, വാങ്ങുന്നുണ്ടോ, കാർഡുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ അവരൊന്നും അങ്ങനെയൊന്നും ചോദിച്ചില്ല. അവനൊന്നും ഐഫോണൊന്നും വാങ്ങിക്കൂല, വെറുതെ ചുമ്മാ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള മൈൻഡ് ആയിരിക്കും അവർക്ക്. അല്ലേ, ഞാൻ പിന്നെ അവിടെ നിന്ന് കറങ്ങാതെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ടോയ് ട്രെയിൻ അതിലേ പോകുന്നുണ്ട്. പിന്നെ അത് നോക്കിയിട്ട് നേരെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ മീനുകളുടെ ഒരു ചാകര തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നോക്കി ഞാൻ ഒരുപാട് നേരം നിന്ന ശേഷമാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കുന്നത്. ഞാൻ കൊണ്ടുവന്ന ഗസ്റ്റ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അങ്ങനെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുറത്തിറങ്ങിയ ശേഷം ഒന്ന് ഇരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അത്രയും നോക്കിയിട്ടുണ്ടായിരുന്നു. ഹൈപ്പർ മാർക്കറ്റിന്റെ ചുറ്റുപാടൊന്നും ഒരു കസേര പോലും ഇല്ല. അവിടെ ഇരിക്കാൻ ഒരു സ്ഥലവുമില്ല. പിന്നെ കുറെ നേരം നടന്നിട്ടാണ് ഒരു കസേര കിട്ടി. ഈ വീഡിയോയിൽ കമന്റ് വരാൻ പോകുന്നത് സാധനം വാങ്ങാനല്ലേ പോകുന്നത്, ഇരിക്കാനല്ലല്ലോ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയുകയാണ്, ഞാൻ ലുലു മാളിൽ പോയത് നമ്മുടെ വീടിനടുത്തുള്ള ഒരാളെ കാറിൽ ഡ്രൈവറായിട്ടാണ് പോയത്. അപ്പോൾ നമ്മളെപ്പോലെ ഡ്രൈവറോ അതേപോലെ തന്നെ വയസ്സായവർ ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മുകളിൽ കസേരയൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങക്ക് വലിഞ്ഞു കയറുമ്പോൾ ഒരു പരുവാവും. അപ്പോൾ യൂസഫൊക്കെ ഒരു റിക്വസ്റ്റ് ആണ്, ലുലു മാളിൽ വരുന്നവർ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന സ്ഥലമാണ് ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെ വയസ്സായവരും അതേപോലെ തന്നെ കൈക്കുഞ്ഞുമായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കാനൊരു ഇരിപ്പിടവും കൂടെ നൽകിയിരുന്നെങ്കിൽ വളരെ ഉപകാരപ്രദമായേനെ.